കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവിൽ സ്വന്തം ഭൂമിയിൽ ഗ്രാമവനമൊരുക്കി ക്ഷേത്രപൂജാരി ചിറ്റാരി പാലക്കോൾ കേശവൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിനടുത്ത 2.5 ഏക്കർ ഭൂമി വനമായി മാറ്റിയത്. മാവൂർ തെങ്ങിലക്കടവ് ചിറ്റാരി സന്താന ഗോപാലമൂർത്തി പരദേവത ക്ഷേത്രഭൂമിക്ക് ചുറ്റുമുള്ള 2 ഏക്കർ ഭൂമിയിലാണ് കേശവൻ നമ്പൂതിരി വനമൊരുക്കിയത്. ക്ഷേത്രത്തിന് പുറത്ത് എവിടെ പൂജയ്ക്ക് പോയാലും കേശവൻ നമ്പൂതിരി ആ ഇടങ്ങളിൽ നിന്നെല്ലാം അപൂർവമായ വൃക്ഷത്തൈകൾ തെങ്ങിലക്കടവിലെത്തിച്ച് നട്ടുപിടിപ്പിക്കും. ഈ ഭൂമിയിൽ ഒരു ജീവൻ ഭൂജാതനായാൽ ആ ജീവൻ ആദ്യം തന്നെ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യപ്പെടുന്നത് പ്രാണവായുവാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ജലം. ഈ പ്രാണവായുവും ജലവും അത്യന്താപേക്ഷിതമായ ഈ കാര്യങ്ങൾ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ വനം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഹരിദ്വാറിൽ നിന്ന് എത്തിച്ച ലിച്ചിയും ജമ്മു കാശ്മീരിൽ നിന്ന് രുദ്രാക്ഷവും തിരുവണ്ണാമലയിൽ നിന്ന് മഹാവില്ലവും തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന കൂവളവും ഇവിടെയുണ്ട്. പിന്നെ ലെന്തപ്പാലയും ചങ്ങലമ്പരണ്ടയും ചതുർമുല്ല ചിറ്റമൃത് തുടങ്ങി എണ്ണിയാൽ തീരത്ത വള്ളിച്ചെടികളും കരിമരുതും നീർമരുതും അത്തിയും ഇത്തിയും കടമ്പും മുതൽ ധാരാളം മരങ്ങളും പരദേവതാ ക്ഷേത്ര പരിസരത്ത് നട്ടുപരിചരിച്ചാണ് ഈ വനവൽക്കരണം. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത്രയൊന്നും വനമൊന്നും ഇല്ലാതെ ഒരു തരിശായി കിടക്കുന്ന സംവിധാനത്തിലായിരുന്നു ഈ ഭൂമി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്ന സസ്യങ്ങളുണ്ട്. അതുപോലെ നക്ഷത്രവനം എന്ന രീതിയിൽ അശ്വതി മുതൽ രേവതി വരെ ഓരോ നക്ഷത്രങ്ങൾക്കും ആധിപത്യം വഹിക്കുന്ന, അതായിട്ട് പ്രതിനിധീകരിക്കുന്ന ഓരോരോ മരങ്ങളുണ്ട്. അത്തരം മരങ്ങളെല്ലാം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 27 നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്ര വൃക്ഷങ്ങളുമുണ്ട് രാമവനത്തിൽ. വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു മരമെങ്കിലും വെച്ചാൽ അത് നല്ലതെന്ന ചിന്തയാണ് നക്ഷത്ര വനസൃഷ്ടിക്ക് പിന്നിൽ. ഗ്രാമവനം യാഥാർത്ഥ്യമായതോടെ ഏത് വേനലിലും പറ്റാത്ത ധാരാളം നീരുറവകളും പുതിയ വനത്തിലൂടെ ഒഴുകുന്നുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.